ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത് ഒരു അടിപൊളി വീടാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ നിൽക്കുന്ന വളരെ ഭംഗിയായ ഒരു വീടാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ്. ആലുവയ്ക്കും അടുത്താണ്, സെയിം ടൈം പുക്കാട്ടുപടിക്കും അടുത്തായിട്ടാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ 7.4 കിലോമീറ്റർ ആണ്. അതേസമയം പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് നോക്കിയാൽ 1.7 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകണമെങ്കിൽ 15 കിലോമീറ്റർ ആണ്. ഇടപ്പള്ളിയിലേക്കാണെങ്കിൽ 14 കിലോമീറ്ററും. എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 18 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ബസ് റൂട്ടിനോട് അടുത്താണ്. ഏകദേശം ഒരു 500 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. ഒരുപാട് വില്ലകളുള്ള സ്ഥലമാണ്. ഏകദേശം 10-25ഓളം വില്ലകളിനകത്ത് 18ഓളം വില്ലകളിൽ ആളുകൾ താമസമായതാണ്. കുറെ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിലെ നമ്പറുകൾ കാണിക്കുന്നുണ്ട്, അതിലേക്ക് വിളിക്കണം. ഇതിന് മുന്നിലൂടെ പോകുന്ന വഴി നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടും നീറ്റായിട്ടും നല്ലൊരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വഴിയിലൊക്കെ നമ്മളിങ്ങനെ ഗ്രാസിന്റെ ഡിസൈൻ കൊടുക്കുന്നത് കാണുന്നത് വളരെ റെയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നതെന്ന്. നല്ല വീതിയുള്ള ഒരു സ്പേസ് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൂടെ കിട്ടുന്നുണ്ട്. ഗേറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഈ കാണുന്നതാണ് നമ്മുടെ റോഡ്. റോഡാണെങ്കിൽ രണ്ട് സൈഡ് നോക്കിക്കോളൂ. അവിടെ എല്ലാം നല്ല ടെക്സ്ചർ വർക്ക് ചെയ്തൊരു ഹാഫ് പോർഷൻ വരുന്ന മതിലൊക്കെ ചെയ്തിട്ട് ഓരോ കാണുന്ന പില്ലറുകളിലും നല്ല ഭംഗിയുള്ള ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ ഒരു പുറത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു എൻഡിലിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വഴി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു, ടൈല് വിരിച്ചിട്ടുണ്ട്. ഭംഗിയുള്ള 2 പാം ട്രീസ് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. സൈഡിലേക്കും പാം ട്രീസ് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീറ്റിങ്ങിനായിട്ട് നല്ലൊരു ചെറിയൊരു ബെഞ്ചും ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ. അതുപോലെ ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾ മൊത്തത്തിൽ കണ്ടോളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മതിൽ നമുക്ക് നോക്കാം. മതിൽ നോക്കിയാൽ GA പൈപ്പിന്റെ വർക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള പോർഷനുകളെല്ലാം തന്നെ നോക്കിയാൽ കാണാം ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മതിലുകളിലൊക്കെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിലും ഷോ ലൈറ്റ് ആണ് വരുന്നത്. വീടിന്റെ എലിവേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിറയെ സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ ആണ് പെയിന്റിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഒരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീട് ചെയ്തിരിക്കുന്നത് നല്ല നീളത്തിലും വീതിയിലും ഒക്കെ ഒരു ബോക്സി ഡിസൈനിലാണ്. റൈറ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്ത് ഒരു ബ്രിക്ക് മോഡൽ ടെക്സ്ചർ വർക്ക് വന്നിരിക്കുന്നതൊക്കെ വീടിന്റെ എലിവേഷന് മാറ്റം കൂട്ടുന്നതാണ്. അതിന് സൈഡിലായിട്ട് തന്നെ നമുക്ക് 2 വിൻഡോസ് കാണാം. അതിനകത്ത് വുഡൻ ഫ്രെയിം ഒക്കെ ഇട്ട് 2 വലിയ ലെങ്തി ആയിട്ടുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൽക്കണിയുടെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ ഇട്ടിരിക്കുന്ന ഒരു ഏരിയ കാണാം. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വീട്ടിന്റെ ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് കിട്ടുന്നത്. കാർ പോർച്ചും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ച് നമുക്ക് വലിയൊരു കാർ പോർച്ച് തന്നെ കിട്ടുന്നുണ്ട്. 15 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്. 15 ഫീറ്റ് ലെങ്ത്തും 12 ഫീറ്റ് വിഡ്ത്തുമാണ് നമുക്ക് ഈ ഒരു കാർ പോർച്ചിൽ കിട്ടുന്നത്. EV വെഹിക്കിൾസിലുള്ള ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാറിനായിട്ട് ഈ ഒരു സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ടും വേറെ ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് തന്നെ നടന്നു നോക്കാം. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം നിറയെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലൊക്കെ പെബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയ ഷോർട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് കാണാം. അതിന് ബാക്കിലായിട്ടൊരു മതിൽ കാണാം. അതിനപ്പുറത്തായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. അപ്പൊ വളരെ ഭംഗിയായിട്ട് കിണർ പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ ഒരു മതിലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ഇവിടുത്തെ കിണർ കൊടുത്തിരിക്കുന്നത്. റെഡ് സോയിലുള്ള മണ്ണാണ്, അതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് നമുക്ക് ഇവിടെ എല്ലാം കിട്ടുന്നത്.
ഇവിടെയായിട്ടാണ് നമ്മൾ കിണർ കണ്ടത്. കിണറും ടെക്സ്ചർ വർക്കാണ്. ഇതിനുള്ളിലൂടെ പോകുന്ന ഇന്നർ ഭിത്തികളൊക്കെ മതിലൊക്കെ നോക്കുവാണെങ്കിലും ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഭംഗിയായിട്ട് സ്റ്റോൺസ് പാകിയിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ചൊരു ഹൈറ്റ് ഉള്ള ഏരിയ ആണ്. ഇവിടെ കുറച്ച് വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലും ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇറങ്ങാനായിട്ട് നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. നടന്നു വരുന്ന ഈ ഭാഗങ്ങളെല്ലാം നോക്കിയാലും കാണാൻ ഭംഗിയായിട്ട് പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചണിന്റെ ഡോർ വരുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫ്ലോറിംഗ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുപോലെ ഔട്ടർ മതിലെല്ലാം കൊടുത്ത് സേഫ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂച്ചറിൽ വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള ഏരിയ ആണ്. ഈ ഒരു സ്പേസ് കഴിഞ്ഞാൽ വീടിന്റെ ഈ ഒരു റൈറ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന പോർഷനിൽ വരുമ്പോൾ ഇവിടെയും നല്ല വിഡ്ത്ത് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ചെറിയ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ചെറിയൊരു കേജും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഈ വഴി കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ വീടിന്റെ ഫ്രണ്ടിലുള്ള ലെഫ്റ്റ് സൈഡിലൂടെയുള്ള എൻട്രൻസിന്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടതാണ്. ബാക്ക് സൈഡൊക്കെ നല്ല വിടുത്തിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസിന്റെ സൈഡിലേക്ക് നോക്കിയാലും ഇവിടെയും ഭംഗിയായിട്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ പെബിൾസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇനഫ് സ്പേസ് ആയി. 2500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു അളവ് തന്നെയാണ്. അപ്പൊ വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് ആണ്. ഭംഗിയായിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് ഗ്രാനൈറ്റ് വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ പെർഗോള മോഡലിൽ നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുകൂടാതെ കാർ പോർച്ചും നമ്മളുടെ ഈ ഒരു സിറ്റ് ഔട്ടും എല്ലാം കൂടെ ഒന്നിച്ച് വലിയൊരു വർക്ക് തന്നെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഇനം തേക്കിൽ തന്നെയാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് നല്ലൊരു ലോക്ക് സിസ്റ്റം ഒക്കെ ആയിട്ട് സേഫ് ആയ ലോക്ക് സിസ്റ്റത്തോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു ഫിംഗർ പഞ്ചിങ് വരുന്ന സിസ്റ്റം ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡോറിന്റെ ദർശനം നോക്കുവാണെങ്കിൽ വടക്ക് ഭാഗത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വീടിന്റെ മെയിൻ ഡോർ നമ്മൾ പറഞ്ഞു ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത ആ ഭാഗത്തായിട്ട് നമ്മളൊരു പെർഗോള മോഡലുള്ള ഒരു ഡോർ ചെറിയൊരു വിൻഡോ കണ്ടിരുന്നു. അത് നമുക്ക് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിൽ തന്നെയാണ്. ബാക്കിയുള്ള അകത്തുള്ള മരങ്ങളെല്ലാ ഡോറുകളുടെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കേഷ്യയിലും ആഞ്ഞിലിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നു നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ വലിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് ഫ്ലോറുകളിലൊക്കെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ ഡോർ തുറന്നു വരുന്ന സമയത്ത് ആദ്യം കാണുന്ന വിൻഡോ വോള് ഈ കാണുന്നതാണ്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള വെള്ളാരം കല്ലുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന റൂം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ കാണാം നിറയെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഓപ്പൺ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ചെറിയ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സ്കൈ കാണാൻ പറ്റുന്നുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് ഭംഗിയുള്ളൊരു ഷാൻലിയർ ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ഒരു വോള് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വേൾഡ് മാപ്പ് കൊടുത്തിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയായിട്ട് അത്യാവശ്യം കൺട്രീസ് ഒക്കെ കാണാനായിട്ട് നല്ല രീതിയിലാണ് ഇങ്ങനെ അറേഞ്ച്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വന്നിട്ട് നമ്മൾ നേരെ മെയിൻ ഡോർ കഴിഞ്ഞ് വരുമ്പോൾ റൈറ്റ് സൈഡ് കാണുന്ന വോളിലാണ്. ആ വോള് കംപ്ലീറ്റ് ഭംഗിയായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ചെറിയ ഡിസൈനോട് കൂടിയിട്ടുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. PVC പാനലിംഗ്. അതിന് താഴെയാണെങ്കിലും കവർ ചെയ്യാവുന്ന ബോക്സുകളൊക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഈ കണ്ട ആ ഒരു വിൻഡോസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടെണ്ണം 2 ഹൈറ്റിലായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാലും കുറച്ച് ഓപ്പണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം വളരെ മനോഹരമായ മോഡലിലാണ് വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു വേൾഡ് മാപ്പ് കണ്ടിരുന്നു. അതിന്റെ സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് വുഡനായിട്ട് കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ക്ലോക്ക് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ നോക്കിയാൽ കാണാം ഓപ്പൺ സ്പേസുകൾ കിട്ടുന്നുണ്ട്. ചെറിയ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു പ്ലാന്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു കബോർഡ് ഫെസിലിറ്റി കൂടി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിൽ നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലോക്ക് ആണ്. നല്ല ഡിസൈനോട് കൂടിയ ക്ലോക്ക് ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന പെർഗോള മോഡലുള്ള ഓപ്പണിംഗ് നമ്മൾ പുറത്തുനിന്ന് കണ്ടതാണ്. ഇതെല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. വളരെ ഭംഗിയായിട്ട് വുഡൻ ആയിട്ടാണ് സ്റ്റെപ്പുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാലും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു വലിയ ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസിന്റെ മുകളിലുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഒരു ഏരിയ നമുക്ക് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള LED സ്ട്രിപ്പുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ജാഗ്വാറിന്റെ വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. ഈ ഒരു പോർഷനിലും വൈറ്റ് കളർ ഗ്രാനൈറ്റ് വന്നിട്ട് ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ബ്ലൂയിഷ് ഡിസൈനിൽ വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഒരു മിറർ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഷോ ലൈറ്റും കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നിന്നിട്ട് ഈ ഒരു കാണുന്ന ഗ്യാപ്പിലൂടെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പാണ് കാണാൻ പറ്റുന്നത്. അവിടെയും ഭംഗിയായിട്ടുള്ളൊരു ഷോ ലൈറ്റ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗമൊക്കെ വേക്കന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. വലിയ ഓപ്പണിംഗ് അല്ല, ആക്ച്വലി ഓപ്പൺ ചെയ്യാവുന്നത് നമുക്ക് ഈ ഒരു പോർഷനിലുള്ള ഡോറ് മാത്രമാണ്. അത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയ ഒരു പാഷ് ഏരിയയാണ് കിട്ടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു ഏരിയ കണ്ടതാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഒരു വലിയ എൻട്രൻസ് ആണ് കിട്ടുന്നത്. വുഡൻ പാനലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ 4 എണ്ണമാണ് അവിടെ വെച്ചിരിക്കുന്നത്. കിച്ചണിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫ്ലോർ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു കൗണ്ടർ പോർഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് വലിയൊരു ഹൈറ്റ് ഉള്ള ഒരു ചെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചണിലേക്ക് കയറിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ ഒട്ടും സ്പേസ് കുറയാതെ ഫ്രിഡ്ജിന് ഇവിടെ ഭംഗിയായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രേ ഷെയ്ഡുമാണ്. നല്ലൊരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നിട്ട് ഒരു ചെറിയ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലും ചെറിയ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. പ്രസ്റ്റീജിന്റെ ഒരു ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് ഒരു ഗ്യാസ് സ്റ്റവ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചന്റെ റൂഫ് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ലൈനിൽ മാത്രം ചെറിയൊരു LED സ്ട്രിപ്പിന്റെ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ഡോർ തുറന്ന് നേരെ പുറത്തിറങ്ങുന്ന ഏരിയ നമ്മൾ കണ്ടതാണ്. അവിടെ നമുക്ക് ഫ്യൂച്ചറിൽ വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് കൂടി അവിടെ അവൈലബിൾ ആണ്. കിച്ചൺ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെയായിട്ട് വേറൊരു ബെഡ്റൂം. ഒന്നാമത്തെ ബെഡ്റൂം തന്നെ നോക്കാം. ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരുപാട് വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്ന സൗകര്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോസുമാണ് വരുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഫാൻ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. റൂഫിൽ പ്രത്യേകിച്ച് ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ആവശ്യത്തിന് മാത്രം ഒരു ചെറിയ പാനലിംഗ് വർക്കും LED സ്ട്രിപ്പും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. മുകളിൽ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് മിറർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഇതിലൂടെ യൂസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിലും ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ അധികം ഒന്നും കാണാത്ത ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ടൈല് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട് ആയിട്ട് ഗ്രീൻ അല്ല, ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയായ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ ഭംഗിയായിട്ടൊരു വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിന്റെയും ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫേർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ കോട്ട് നമുക്ക് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ നല്ല ഫോം ഒക്കെ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഷെയ്ഡിലുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്.
രണ്ട് വിൻഡോസ് ആ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡ് ടേബിൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്താണ് ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പാനലിംഗ് വർക്കും വളരെ കുറച്ച് മാത്രം LED ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട സെയിം മോഡലിലുള്ള സ്ലൈഡ് ചെയ്യാവുന്ന ഒരു വാർഡ്രോബ് ആണ് ഇവിടെയും കിട്ടുന്നത്. നമുക്കൊരു കട്ടിലിട്ടിട്ട് പോലും ഒരു ഡബിൾ കോട്ട് ഇട്ടിട്ട് പോലും നല്ല സ്പേസ് ആണ് ഈ ഒരു റൂമിനകത്ത് കിട്ടുന്നത്. ഇതിന്റെയൊക്കെ അടിയിലാണെങ്കിൽ പോലും നമുക്ക് ഈ കാണുന്ന കോട്ടിന്റെ അടിയിൽ പോലും ഇവൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം LED ലൈറ്റ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 13-11 ഫീറ്റിലാണ്. വാർഡ്രോബിന്റെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു മിറർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബാത്റൂമിനകത്തെ ടൈലുകളുടെ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആൻഡ് ഗ്രേ കളറാണ്. അതിലൊക്കെ ഇച്ചിരി ഡിസൈൻ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെറ്റ് ഏരിയയിൽ നോക്കിയാൽ കാണാം വലിയൊരു ബാത്ത് ടബ് ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യത്തെ ഒരു ലാൻഡിങ്ങിൽ വരും. നമുക്കൊരു സ്പേസ് ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. ഭംഗിയായിട്ടുള്ള വുഡൻ കളർ ടൈലിംഗ് ആണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ബോർഡർ ലൈനുകളായിട്ട് വൈറ്റ് ടൈലും ആണ് വരുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു എൻഡിലുമാണ് വിൻഡോ വരുന്നത്. മിഡിൽ വരുന്ന പോർഷൻ ഭംഗിയായിട്ടൊരു ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് വാൾപേപ്പർ ചെയ്തിട്ട് ഭംഗിയുള്ളൊരു ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. കുറച്ച് അകത്തേക്ക് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് ഒരു ഏരിയ വരുന്നത്. നമ്മൾ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ കാണുന്ന ആ ഒരു പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരെ കയറി വന്നു കഴിഞ്ഞിട്ട് ലെഫ്റ്റ് നമ്മൾ കണ്ടു. ഈ ഒരു പോർഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു അയൺ ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈവൻ അയൺ ബോക്സ് വെക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ടേബിളും ആണ് ഇവിടെ കിട്ടുന്നത്. നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായിട്ടാണ് സ്റ്റെപ്പുകളുടെ ആ ഒരു നമ്മൾ ചവിട്ടുന്ന ഈവൻ പടികളൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡനിലാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന സമയത്ത് നേരെ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള വർക്കുകളാണ്. പക്ഷെ ഒരുപാടൊന്നും ചെയ്യാതെ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ മാത്രമാണ് റൂഫിലുള്ള വർക്കുകളൊക്കെ വരുന്നത്. പാനലിംഗ് വർക്കുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. നേരെ ലെഫ്റ്റ് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ വലിയൊരു ഹാളാണ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ക്യാമറയും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ കാണാം വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു റീഡിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. മുകളിലായിട്ടൊരു കബോർഡ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഫസ്റ്റ് ഡോർ ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയിലും വുഡൻ ടൈപ്പ് ഫ്ലോറിംഗ് തന്നെയാണ് വരുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ സൈഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സൈഡിൽ ഞാൻ നിൽക്കുന്ന ഈ പോർഷനിലൊക്കെ ഷോ ലൈറ്റുകൾ ധാരാളം കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ടോട്ടലി നോക്കിയാൽ മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 13-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബെഡ്റൂമും ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോട്ട് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. സൈഡ് ടേബിൾ 2 എണ്ണം വരുന്നുണ്ട്. സെയിം തന്നെ ബാക്ക് സൈഡ് ഒക്കെ ഫോം ആണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള വാൾപേപ്പർ ആണ് നമുക്ക് വോളിൽ കിട്ടുന്നത്. ആ ഭാഗത്തായിട്ട് 2 വിൻഡോസും ബാക്കിയുള്ള വിൻഡോസ് വന്നിട്ട് ഈ ഭാഗത്തുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു വിൻഡോ ബേ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് താഴെയൊക്കെ നോക്കിയാൽ കാണാം അതെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്ന പീസ് ഗ്രാനൈറ്റിന്റെ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു കുഷൻ ഇട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കാനായിട്ട് വളരെ സേഫ് ആയൊരു ഏരിയ ആണ്. വാർഡ്രോബ് വന്നിട്ട് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ ആണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡീഷണൽ ആയിട്ടാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നമ്മളോട് പറഞ്ഞതാണ് ചെറിയ പാനലിംഗ് വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെ സെപ്പറേഷൻ വരുന്നുണ്ട്. 3 ബാത്റൂം കണ്ടത് 3 നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി ഇനി 4ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഓരോ ബെഡ്റൂമുകളുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്.
ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പാസേജ് വരുന്നുണ്ട്. ഇവിടെ ഭംഗിയായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഇവിടുന്ന് ഡ്രസ് ചെയ്യാനൊക്കെ വലിയൊരു ഫുൾ കവർ ചെയ്ത മിറർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു ചെറിയ ഡ്രോ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് മുകളിലൊക്കെ നോക്കിയാലും വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസുമാണ് നമുക്ക് കിട്ടുന്നത്. വാർഡ്രോബുകൾ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് 2 നിലയിൽ 2 ലെയറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനും അതേ മെറ്റീരിയലും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു മിറർ ഫെസിലിറ്റിയും കൂടി അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബാത്റൂമിനകത്തും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴായിട്ടാണ് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. നമുക്ക് TV ഒക്കെ വെക്കാനായിട്ട് ഈ ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം വലിയൊരു TV തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കിയാൽ കാണാം പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. TV സ്റ്റാൻഡ് വളരെ ഭംഗിയായിട്ടാണ് താഴെയൊക്കെ ഡ്രോസ് ഒക്കെ കൊടുത്തിട്ട് അഡീഷണൽ ആയിട്ട് ഈ ഭാഗത്ത് വേറെ നമുക്ക് കബോർഡ് ഫെസിലിറ്റികളൊക്കെ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള 2 സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ചെയർ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കപ്പ് ഹോൾഡർ ഒക്കെ ഉൾപ്പെടെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്, ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സേഫ് ആയിട്ടാണ്, കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് യാതൊരു തരത്തിലും പേടിക്കേണ്ട ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഇവിടെ എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് തുറന്നിറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു അയൺ വെച്ചിട്ട് തന്നെയാണ് ഗ്രില്ലുകളായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് കാണാം. സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭംഗിയായ വീടിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തായിട്ടാണ്. ആലുവയിലേക്കും പുക്കാട്ടുപടിയിലേക്കൊക്കെ ഈസി ആയിട്ട് എത്താം. റെയിൽവേ സ്റ്റേഷനിലേക്ക് ആലുവയിലേക്ക് 7.4 കിലോമീറ്ററും പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.7 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നല്ലൊരു വീടാണ്. അത്യാവശ്യം വരുന്ന ഐറ്റംസ് ഒക്കെ തേക്കിലും അക്കേഷ്യയിലും ആഞ്ഞിലിയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നിങ്ങൾ കണ്ടതാണ്. ജാഗ്വാറിലാണ്. നമുക്ക് 2 ബെഡ്റൂമുകൾ വന്നിട്ട് ഫേർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലാവിഷ് ആയിട്ട് സ്പേസ് ഉള്ളത് സ്റ്റൈലൻ വീടാണെന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകൾ നിങ്ങൾ കണ്ടു. നല്ല സ്റ്റൈൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷനും കൊടുത്താണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബാത്റൂമിൽ നിങ്ങൾ ബാത്ത് ടബ് കണ്ടതാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,19 ലക്ഷം രൂപയാണ്. 1.19 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ലോൺ ബേസിസിലും ഈ വീട് സ്വന്തമാക്കാനായിട്ട് തീർച്ചയായും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.